സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ് രവീന്ദറിൻ്റെയും മഹാലക്ഷ്മിയുടെയും വിവാഹം. ഇവർ തമ്മിലുള്ള നിറത്തിൻ്റെ വ്യത്യാസത്തിലും സൈസിൻ്റെ വ്യത്യാസത്തിൽ പോലും പലപ്പോഴും ഇവരുടെ പേര് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ രവിചന്ദർ ഒരാഴ്ചയിലേറെയായി ഐസിയുവിലാണ് എന്നുള്ള വാർത്തയാണ് പറയുന്നത്. ഓക്സിജൻ ട്യൂബുമായി രവീന്ദർ ഇപ്പോൾ കഴിയുകയാണെന്നും വിവാഹശേഷമാണ് കഷ്ടകാലമെല്ലാം തുടങ്ങിയതെന്നുമാണ് രവീന്ദറിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്. രവീന്ദറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് അധികമാരും അറിയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് താരത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് എല്ലാവരും അറിയുന്നത്. ഒരാഴ്ചയോളം താൻ ഐസിയുവിലായിരുന്നുവെന്ന് രവീന്ദർ തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയും അടുത്ത ആളുകളോടും പറഞ്ഞു തന്നെയാണ് രവീന്ദർ ആശുപത്രിയിലാണെന്ന് ഇപ്പോൾ എല്ലാവരും സ്ഥിരീകരിച്ചിരിക്കുന്നത്. രവീന്ദറിൻ്റെ കാര്യം അന്വേഷിക്കുമ്പോൾ തന്നെ എല്ലാവരും മഹാലക്ഷ്മിയുടെ കാര്യവും ചോദിക്കുന്നുണ്ട്. രവീന്ദറിൻ്റെ തൊട്ടരികിൽ തന്നെ മഹാലക്ഷ്മിയുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതിനു മുമ്പ് രവീന്ദർ ജയിലിലായ വിഷയത്തെ സംബന്ധിച്ചും മഹാലക്ഷ്മിയെക്കുറിച്ച് തന്നെയാണ് കൂടുതൽ പേരും ചോദിച്ചത്. രവീന്ദറിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. ലിബ്ര പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനി നടത്തിയാണ് രവീന്ദർ ചന്ദ്രശേഖർ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. നിർമ്മാതാവ് എന്നതിനോടൊപ്പം ബിഗ് ബോസ് ഷോയുടെ വിമർശകൻ കൂടിയാണ് ഇദ്ദേഹം. തൻ്റെ സ്വകാര്യ യൂട്യൂബ് ചാനലിലൂടെ ദിവസവും ബിഗ് ബോസ് ഷോയെക്കുറിച്ചുള്ള അവലോകനം രവീന്ദർ ചെയ്യാറുണ്ട്. ഇതിലൂടെയാണ് ഇദ്ദേഹം കുറച്ചുകൂടി പ്രശസ്തനായത് എന്ന് പറയണം. ബിഗ് ബോസ് ഷോ അവലോകനം ചെയ്യുന്ന ആദ്യം കുറച്ചു പേരിൽ ഒരാളായിരുന്നു താരം. ഇപ്പോഴാണ് ഇതിൽ നിറയെ പേരെത്തിയതും കോമ്പറ്റീഷൻ വർദ്ധിച്ചതൊക്കെ പറയാം. അടുത്തിടെ ബിഗ് ബോസ് ഷോ റിവ്യൂ ചെയ്യാൻ എത്തിയപ്പോഴാണ് നടൻ്റെ അസുഖ വിവരം തന്നെ പുറത്തു വന്നത്. തനിക്ക് അസുഖമാണ് എന്ന് നടൻ പറഞ്ഞിരുന്നുവെങ്കിലും ആശുപത്രിയിൽ പ്രവേശിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി ഞങ്ങൾക്ക് തോന്നിയില്ലായിരുന്നു എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറഞ്ഞത്. രവീന്ദർ ആശുപത്രിയിലായപ്പോൾ ആരും അറിഞ്ഞില്ല എന്നുള്ള സങ്കടം കൂടി പ്രേക്ഷകർ പങ്കുവെക്കുന്നു. എന്നാൽ ജയിലിലേക്കും പോയിരുന്ന സമയത്ത് അറസ്റ്റിലായ സമയത്തൊക്കെ എല്ലാവരും അറിഞ്ഞു. മോശം കാര്യങ്ങൾ പറയാൻ എല്ലാവരുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യന് ആപത്ത് പറ്റുമ്പോൾ ആരും പരസ്പരം പറയുന്നില്ല എന്നാണ് പറയുന്നത്. വാർത്തയിലൊന്നും തന്നെ രവീന്ദറിന് ആശുപത്രിയിലായ വാർത്ത വന്നിട്ടില്ലായിരുന്നു. അത് ഏറെ സങ്കടം നിറഞ്ഞ ഒന്നായി മാറുന്നുവെന്നും ദുഃഖമുള്ള ഒന്നായി മാറുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. രവീന്ദറിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ശ്വാസതടസ്സം മൂലം മൂക്കിൽ ഓക്സിജൻ ഘടിപ്പിച്ചാണ് ട്യൂബ് വഴിയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. തനിക്ക് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടെന്നും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഇദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസിയുയിൽ ചികിത്സയിലായിരുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഐസിയുയിലേക്ക് എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ആരോഗ്യം ഇത്രയും മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ബിഗ് ബോസിനെ പറ്റി പറയാൻ അദ്ദേഹം വന്നതിനെക്കുറിച്ചും അന്ന് വാർത്തകൾ നിറഞ്ഞിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഐസിയുയിലായ വിവരം എല്ലാവരും അറിയുന്നത്. എന്നാൽ ഒരാളുടെ മോശം സമയത്ത് ആരും കൂടെ ഉണ്ടാകില്ല എന്നുള്ളതിന് വലിയ ഉദാഹരണമാണ് മഹാലക്ഷ്മിയുടെയും ചന്ദ്രശേഖരൻ്റെയും ജീവിതമെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നു. അവർക്ക് ഇത് സംഭവിച്ചിട്ടും നമ്മൾ ആരും അറിഞ്ഞില്ല എന്നും മറ്റ് മോശപ്പെട്ട വാർത്തകളായിരുന്നുവെങ്കിൽ എല്ലാവരും ആദ്യമേ അറിയുമെന്നും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.